ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബേസ്ഡ് റീഡിംഗ് ആണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ഹേർട്ട് ട്രൂത്ത് ഫീലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലെ യഥാർത്ഥ ഫീലിംഗ് എന്താണ്? ഇപ്പോൾ ആ വ്യക്തി പുറത്തേക്ക് കാണിക്കുന്ന നിങ്ങളോടുള്ള പെരുമാറ്റ രീതി ഇപ്പോൾ എങ്ങനെയാണ്? ഈ ബന്ധത്തിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാർമിക് ലെസൺ എന്താണ്? ഈ ബന്ധം അടുത്തത് ഏത് ദിശയിലേക്കാണ് പോകുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലെ യഥാർത്ഥ ഫീലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയ കാർഡ് 7 ഓഫ് പെറ്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡാണ്. ഇതെന്ന് പറയുന്ന ഒരു വെയിറ്റിംഗ് എനർജിയാണ്. ഇപ്പോൾ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോടൊരു സൈലൻസിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. പക്ഷേ ഇവിടെയുള്ളത് വെയിറ്റിംഗ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബെനിഫിറ്റ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുമോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്ന് പറയുന്നത് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി സൈലൻ്റ് ആണ് എന്നാണ് കാണുന്നത്. ആ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പുറത്തേക്ക് കാണിക്കുന്ന പെരുമാറ്റ രീതി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയത് ചാരിയോട്ട് എന്ന് പറഞ്ഞൊരു കാർഡാണ്. കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ ദിശ അറിയില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. കാരണം ചില സമയത്ത് നിങ്ങൾ വേണമെന്ന് തോന്നും, ചില സമയത്ത് നിങ്ങളെ മാറ്റിക്കളയണം എന്ന് തോന്നുന്ന ഒരു ഫീലിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് പുറത്തേക്ക് കാണിക്കുന്നത് രീതി നിങ്ങളോട് അങ്ങനെയായിരിക്കാം. ചില സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഡീപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ചില സമയത്ത് ആ വ്യക്തി മാറി നിൽക്കുന്നുണ്ടാകാം. ആ ഒരു രീതിയിലാണ് ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പെരുമാറുന്നത് എന്നാണ് കാണുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കാനുള്ള ഇപ്പോഴത്തെ പാഠം അല്ലെങ്കിൽ കാർമിക് ലെസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയത് ഏസ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞ കാർഡാണ്. നിങ്ങളെ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ പുതിയ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്തിലേക്കാണ് എൻ്റെ പാഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ ഞാൻ കൊണ്ടുപോകേണ്ടത് എന്ന് പഠിക്കാനുള്ള ഒരു ലെസണായിട്ട് ആണ് നിങ്ങളിത് കാണേണ്ടത്. അതായത് ഇതിലൂടെ ചിലപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പുതിയൊരു ഫയർ, എന്തിലേക്കാണ് എനിക്ക് വേണ്ടത്, എൻ്റെ ജീവിതത്തിലേക്ക് എന്തെല്ലാം വേണം എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ പോകും. അതാണ് നിങ്ങൾ പഠിക്കാനുള്ള പാഠം എന്നാണ് കാണുന്നത്. ഈ ബന്ധം അടുത്ത ഘട്ടം ഏതിലേക്ക് പോകുമെന്ന് നമുക്ക് നോക്കാം. മനോഹരമായൊരു കാർഡാണ് നമുക്ക് കിട്ടിയത്. എംപ്രസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അടുത്ത ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഒരു കെയർ, ലവ്, സ്നേഹം, എല്ലാം സെക്യൂരിറ്റി എല്ലാം കിട്ടാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു കാർഡാണത്.